ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖാണോ? അപ്പം ഇന്ന് ഞങ്ങൾ കുന്നുംപുറം വേവലാൻഡിലേക്ക് പോകുന്ന ഒരു ചെറിയ വിശേഷങ്ങളാണ് ഞങ്ങളെ മുന്നിൽ ഷെയർ ആക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി അടിക്കണേ. അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവാണ്. അപ്പം ഞങ്ങൾ കാറിലൊക്കെ കയറി പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അവിടെ വെള്ളം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയിലാണ്. വെള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. അപ്പം നല്ല ഹാപ്പിയിലാണ് ഞങ്ങൾ. ഇതൊക്കെ ഞാൻ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് എത്തുക എന്നൊക്കെ പറഞ്ഞു ഇത്രയൊക്കെയാണ് അവള്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു അടിപൊളി പാടം കണ്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ എത്തി ഫ്രണ്ട്സ്. ഇതാണ് വേവലാൻഡ്. ഞങ്ങൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമല്ലേ കാണാൻ. ഫസ്റ്റ് തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി പോയോണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ നടക്കണം, എന്നിട്ട് അവിടെ എത്തുള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് ചെറിയ പാർക്കാന്ന് വിചാരിച്ച്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറാനും വേണ്ടി ടിക്കറ്റ് എടുക്കാനും വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വ്യൂ ഒക്കെ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ എന്താ പറയുക, ഇതിൽ ഉള്ളിൽ തന്നെ ടിക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് ടിക്കറ്റ് ഒരാൾക്ക് 490 ഒരു പൈസ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഫസ്റ്റ് തന്നെ ഒരു ബേബീസിനുള്ള പാർക്കാണ്, അല്ല ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അയിമേൽ കീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസൊക്കെ കീയുന്നുണ്ട്. ഓക്കൊന്നും ഒരു പേടിയില്ല, ഓളങ്ങനെ കീഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാനും ഈ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ ഇമ്മച്ചും ആൻറ്റിയും മമ്മിയൊക്കെ ഈ വലിയ ഊഞ്ഞാലയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഊഞ്ഞാല ഒരു ചെറിയ 3 ആൾക്കാർക്ക് പറ്റിയ ഊഞ്ഞാലുണ്ട്. അപ്പം അതിൽ ഞങ്ങളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു തോണിനതൊരു സാധനം ഉണ്ട്. ഇതിൽ കയറിയാൽ മോനെ പേടിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങൾ കയറിയപ്പോഴേ പേടിച്ച് നല്ല പേടിയാണ്. ധൈര്യം ഇല്ലാത്തവരൊന്നും കയറാൻ പാടില്ല, അത്രയ്ക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ കാറൊക്കെ ഓടിച്ചാണ്, ഇങ്ങനെ ഒരു കാറൊക്കെ ഓടിക്കുന്നുണ്ട്. ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇന്നെ അടിച്ചാണ് എനിക്ക് ഓട്ടണം പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കാർ ഓട്ടിയതിൻ്റെ ശേഷം വേറൊരു കാറുണ്ടായിന്, അതിൽ ഞങ്ങളിങ്ങനെ കുത്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇങ്ങനെയാണ്. ഞാനാണ് അതിൽ പർപ്പിളുള്ളത്. ഇസും സെല്ലുക്കും അതിൽ കയറണം പറഞ്ഞ് കരയേനി, പക്ഷെ അത് ഓൾക്ക് പറ്റൂല. പിന്നെ ഞങ്ങൾ അത് കളിച്ചതിൻ്റെ ശേഷം ഞാൻ ടോക്ക് കളിക്കാൻ പോകുന്നുണ്ട്. ടോക്ക് വെടി വെച്ചിട്ട് ഇതാക്കാൻ അങ്ങനെ ഇങ്ങനെ താത്തുക. അങ്ങനെ ഞാൻ ചെയ്തതിനു. പിന്നെ ഇമ്മമ്മ ഈ മസാജിൻ്റെ ഇതിൽ കയറിയിട്ടുണ്ട്. എനിക്ക് കയറാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതാട്ടോ 3D. ഈ 3D നല്ല പേടിയാണ്, ഈ സീറ്റൊക്കെ പൊന്തും. അപ്പം ഇപ്പം അതാ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3Dയിൽ കയറിയപ്പം അല്ല പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ
നുറുക്കും ബിസ്ക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. ഇവിടെ പിന്നെ ഈ സൂക്കൊക്കെ പറ്റിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഈസൊന്നും അധികം കയറിയിട്ടില്ല, അപ്പോൾ ഒക്കെ കയറാനും വേണ്ടി പോവുകയാണ്. ഇവിടെ എല്ലാ റൈഡും ഉണ്ട് കേട്ടോ. അതാട്ടോ കുഞ്ഞു മക്കളെ റൈഡ്. അല്ല, നമുക്കും കയറാം ഫ്രണ്ട്സ്. ഇതാട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ തിരിയാനാവുമ്പോൾ വികാൻ മാതിരി പോലെയാണ്. നല്ല സ്പീഡും ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കളൊന്നും കൊണ്ടുപോകാനേ ഇല്ല, അത്രയ്ക്ക് സ്പീഡാണ്. അതുകൊണ്ട് നമ്മൾ പോകും. അങ്ങനെ വാതിലൊന്നുമില്ല അതിന്. പിന്നെ ഒരു എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു, ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിൽ ഇസൂനെ എല്ലാവരും കയറ്റാണ്. പിന്നെ ഇസൂനെ ഒറ്റയ്ക്ക് എത്താൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ കയറിയിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു നല്ല രസമുണ്ടായിനി, രസമുണ്ടായിനി പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് ഇത് ഞാൻ കയറിയപ്പോൾ അല്ലാതെ അടിപൊളിയായിരുന്നു. എന്നാലും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് മുന്നേ വേറൊരു കണ്ണൂർ സ്മാക്കോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വലിയതായിരുന്നു, നടുക്കൊക്കെ പോയിരുന്നു. അപ്പോൾ എനിക്ക് അത്ര പേടിയൊന്നുമില്ലായിരുന്നു. പിന്നെ അത് അങ്ങനത്തെ ഒരു കാർ കയറി. ഞങ്ങൾ 4 ആൾക്കാരും ആ ജീപ്പിൽ അങ്ങനെ കയറിപ്പോയി. ബാക്കിൽ ഞാനും ഇസും, മുന്നിൽ വണ്ടി വെട്ടണ സെല്ലും അതിൻ്റെ അടുത്തിൽ ഇത് ചെയ്യായിരുന്നു. ഓട്ടമില്ല, ഇങ്ങനെ ആക്കുക അതേനി. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് എന്താ പറയുക, ഒരു പൂന്തോട്ടം. അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ കണ്ടോ, വെൽക്കം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിമേൽ ക്യാഷൊക്കെ ഉണ്ട്, നല്ല പൈസ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വാങ്ങി കൊണ്ടുപോകാം. നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഓരോന്നും ഇങ്ങനെ മണത്ത് നോക്കുകയാണ്. നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഇങ്ങനത്തെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും, ഞാനും ഇസുമൊക്കെ അതിൽ കയറി ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെയാണ് സ്വിമ്മിംഗ് പൂള്. ലാസ്റ്റാണ് സ്വിമ്മിംഗ് പൂള് കയറിയത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊരു രസം അറിയോ ഈ സ്വിമ്മിംഗ് പൂള്. ആയില്ലതുണ്ട്, ആയില്ലാത്തതുണ്ട്, നല്ല ആയില്ലതൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രസമാണ് ഈ ഒരു. പക്ഷേ ഇതല്ല, ഇത് ചെറിയ ഇതാണ്. വലിയതുണ്ട് മുകളിൽ, അടിപൊളിയായിട്ട് വലുത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കാണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വെള്ളത്തൊക്കെ ഇറങ്ങി. എന്താ രസമായിരുന്നല്ലോ. അപ്പം ഞാനൊക്കെ ഇതായില്ലാത്തതാണ്. പിന്നെ ഇതൊരു ആയൊക്കെ വലിയ ഒരിതാണ്. അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ കീയാനൊക്കെ ഉണ്ട്. അങ്ങനെ കീയുന്ന ഇതാണ്. പിന്നെ ഞങ്ങൾ മേലൊക്കെ പോയി അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ്. കണ്ടോ മേലയിൽ നല്ല വലിയ റൈഡൊക്കെ ഉണ്ട്. ഇതിൽ ചെറുതുമുണ്ട്, വലിയതുണ്ട്. നല്ല രസമാണ്. കണ്ടോ, ഞാനൊക്കെ കീഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനും ഈ നിങ്ങൾ കണ്ണുണ്ടോ. പിന്നെ ഇതിൽ പിന്നെ ഞാൻ വരും. നല്ല രസമാണ് കേട്ടോ ഇതിലിങ്ങനെ പോവാൻ. കണ്ടങ്ങൾ നല്ല രസമാണ്. ഇത് നമുക്ക് കാലിൻ്റെ അത്ര ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. തയ്യ വരുന്നത്. പിന്നെ ഇതൊരു റൈഡാണ്. ഇത് ചെറിയ റൈഡാണ്. പിന്നെ ഈ ഫിഷിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. ഈ സുഖമൊക്കെ കാല് കുത്തണത് പറഞ്ഞിട്ട് നോളിച്ച് ചെയ്യുന്നേ. പിന്നെ ഇപ്പം കാലിട്ട് നോക്കി. പിന്നെ ഇങ്ങനെ രാത്രിയൊക്കെ ആയിട്ടോ. എന്നിട്ടും ഞങ്ങൾ അതിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ കളിക്കാൻ. പിന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. അത് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പം ഇനിയും ഇറങ്ങണം എന്നില്ലൊരു പൂതിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും രാത്രിയായപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് പോകാനും വേണ്ടിക്കാണ്. കാറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ ഇനിയാണ് നമ്മൾ മസ്റ്റ് ഫുഡ് കഴിക്കാൻ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലുണ്ട്, അതിൽ കയറുകയാണ്. സുൽത്താൻ പാലസാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഹോട്ടലിലേക്ക് കയറി. പിന്നെ ഇവിടെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകി ഇരിക്കുകയാണ്. പിന്നെ ക്ലാസ്സൊക്കെ വന്നു.
ഇസുക്ക് ആ ഒരു സീറ്റ് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ അങ്ങനത്തെ ഒരു പ്ലേറ്റും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ഫുഡൊക്കെ വന്നു ഞങ്ങൾ എടുത്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിലൊക്കെ കയറി പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടൊക്കെ എത്താനായിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ എത്തി. ഇന്നത്തെ ഡേ ഒരു അടിപൊളി ഡേ ആയിരുന്നു. വെക്കേഷനിൽ ഇതാണ് ഞങ്ങൾ ആദ്യത്തെ ടൂറ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു, ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോഴേക്കും ബൈ ബൈ.